കാണുമ്പോൾ ശരിക്കും ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ പേടിയാവുക. ഇവര് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ള അജണ്ട കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇതാക്കിയതാ. മുമ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറി സിസേറിയൻ ആക്കി കച്ചവടം ആക്കുകയാണെന്നായിരുന്നു ആരോപണം. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറി ആക്കി തരാമെന്ന് പരിശ്രമിച്ചപ്പോൾ അതും കച്ചവടവും മാർക്കറ്റ് തന്ത്രവും ആണെന്ന് ആരോപണം. യഥാർത്ഥത്തിൽ ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ഗർഭധാരണം എന്നുള്ളതൊരു സ്വാഭാവിക പ്രോസസ്സാണ് എന്ന് റിൻസി എടുത്ത് വരുന്നവരടുത്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതിന് ചികിത്സ ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യവും പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും പ്രസവവുമായി ബന്ധപ്പെട്ട എന്തോ സുരക്ഷിതത്വം അലോപ്പതിയിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക് നിലനിൽക്കുന്നത്. അത് വിഡ്ഢിത്തരമാണെന്നും സ്വസ്ഥമായി വീടുകളിൽ പ്രസവിക്കലാണ് നല്ലതെന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് എന്താ? സ്വസ്ഥമായി വീട്ടിൽ പ്രസവിച്ചാലും ഹോസ്പിറ്റലിൽ പ്രസവിച്ചാലും സമയമെത്തിയാൽ മാത്രമേ മരിക്കൂ. മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം സംഭവിച്ചാൽ അതിനെ തടയാൻ ഹോസ്പിറ്റലിലും ആയാലും സൗകര്യമില്ല എന്നും വീട്ടിലായാലും സൗകര്യമില്ല എന്നും റിൻസി പറഞ്ഞു കൊടുക്കണം. നോർമൽ ഡെലിവറിയിൽ ഒരു കുഞ്ഞ് മരിച്ചപ്പോഴാണ് പലർക്കും ബോധം വന്നത് സിസേറിയൻ ചെയ്യുന്നത് കച്ചവടത്തിനല്ല ജീവരക്ഷയ്ക്കാണെന്ന്. കഷ്ടം തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. റിൻസി, സിസേറിയൻ ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാനാണോ? അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ജീവൻ രക്ഷിക്കാനായിരുന്നു എങ്കിൽ സിസേറിയൻ ചെയ്ത ഒരു സ്ത്രീയും ഇങ്ങനെ മരിക്കാൻ പാടില്ല. സിസേറിയൻ ചെയ്ത ഒരു കുട്ടികളും മരിക്കാൻ പാടില്ല. സിസേറിയൻ ചെയ്യുന്ന ജീവൻ രക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ആയതുകൊണ്ട് അന്ധമായി നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും ജനിക്കാനും മരിക്കാനും അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അത് സംഭവിക്കുള്ളൂ. മരണത്തെ തടയാൻ ഹോസ്പിറ്റലിലും സൗകര്യമില്ല വീട്ടിലും സൗകര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് നിങ്ങൾ അറിയുകയും കൂടി വേണം കേട്ടോ. അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ ആരും മരിക്കാൻ പാടില്ല. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന കെട്ടിടം ഏതാ? ആലോചിച്ച് നോക്കൂ. റിൻസി, എന്ത് ചെയ്താലും ആരും ഒന്നും പറയൂല. അബദ്ധം ചെയ്യുമ്പോഴാണ് പറയുക. അബദ്ധം എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നു? സ്വാഭാവിക പ്രക്രിയ സ്വാഭാവികമാണെന്ന് നിങ്ങളും മനസ്സിലാക്കുന്നില്ല, പലപ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. മരണത്തെ തടയാൻ എന്തോ ഒരു സാധനം നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിലുണ്ട് എന്ന് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. എന്നിട്ട് വ്യാപകമായി ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഒറ്റപ്പെട്ട് അവിടെ ഇവിടെ വീടുകളിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് സമയത്തി സ്വസ്ഥമായി ആരെങ്കിലും മരിച്ചാൽ, ഫ്രീ ആയി മരിച്ചാൽ അതെന്തോ വലിയ നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും എന്നിട്ട് കുറേ കള്ളക്കണക്കുകൾ, വീട്ടിൽ പ്രസവത്തിൽ കുറേ അമ്മമാരും കുട്ടികളും മരിച്ചിരുന്നു, ഇപ്പോൾ അത് ഹോസ്പിറ്റലായതുകൊണ്ട് കുറഞ്ഞു എന്നുള്ള നുണക്കണക്ക് പറഞ്ഞല്ലേ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതൊക്കെ കണക്കിലെ കളിയാന്ന് റിൻസി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ആളുകൾ സ്വസ്ഥമായി വീട്ടിൽ പ്രസവിച്ചോട്ടെ. എന്നിട്ട് അവിടെ മരണമാണെങ്കിലും ഹോസ്പിറ്റലിൽ മരണമാണെങ്കിലും അത് സ്വാഭാവികമാണെന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്ത് ചെയ്താലും കേൾക്കാം. ഈ വീഡിയോ കാണുന്ന സ്ത്രീകളിൽ കുഞ്ഞ് പ്രസവ സമയത്ത് മഷി ഇട്ടിട്ട് പ്രസവിച്ചവരുണ്ടാവാം, എമർജൻസി സിസേറിയൻ ചെയ്തവരുണ്ടാവാം, കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കൈ കിട്ടിയവരുണ്ടാവാം, കുഞ്ഞ് സീരിയസ് ആയി വെന്റിലേറ്ററിൽ ഉണ്ടായവരുണ്ടാവാം. റിൻസി, അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കയ്യിൽ പോയിട്ട് പെട്ട് സ്ത്രീകൾ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പലപ്പോഴും 2 തലമുറയ്ക്ക് മുമ്പ് വരെയും സ്വസ്ഥമായി വീട്ടിൽ പ്രസവിച്ചതുപോലെ തന്നെ പ്രസവിക്കാൻ തീരുമാനം എടുക്കുന്നത്. ഹോസ്പിറ്റലിലെ അസ്വസ്ഥ പ്രസവത്തിന് സ്ത്രീകൾ പലരും തയ്യാറല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ അതിന് റിസ്ക് എടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ആ പറയുന്നത് ഒരു തരത്തിലും നുണയല്ലേ. റിസ്ക് മൊത്തം ആ കുടുംബക്കാർക്കല്ലേ കൊടുക്കുക. ഒരു കൺസെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപകടങ്ങൾ പോലും, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൻ്റെ അപകടങ്ങൾ പോലും വിശദീകരിച്ച് കൊടുക്കാതെ തിരക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഒപ്പിട്ടൊരു കൺസെൻറ്റ് വാങ്ങി അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. എത്രയോ വലിയ ദ്രോഹമാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറയേണ്ടി വരുന്നില്ലേ? ഒരേ പ്രശ്നം പല ഔട്ട്കം. കുഞ്ഞ് മഷിയിടുന്നത് ഒരു റിസ്കി മാറ്റർ ആണെന്നല്ലാതെ ഇതിൽ ആർക്ക് സംഭവിക്കുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല, ഡോക്ടർക്കും. അതാണ് നിങ്ങളുടെ പോയിന്റ്. നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആർക്കും എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഏതോ ഒരു സ്ത്രീ വീട്ടിൽ സ്വസ്ഥമായി അവർ മരിച്ചപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വന്ന ഒരുപാട് എക്സ്പെൻസ് ആവും, നിങ്ങൾ ഒരുപാട് ദ്രോഹിക്കും, ആ കുടുംബക്കാരായിട്ട് വട്ടം കറക്കും, അങ്ങനെ അവർ മരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ടല്ല, പ്രസവിച്ച് കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷമാണ് ആ സ്ത്രീ മരിക്കുന്നത്.
പക്ഷേ നിങ്ങൾക്കത് പറയാൻ ഇഷ്ടം പ്രസവിച്ചു മരിച്ചു എന്നാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, സമയത്തിയാൽ ആരായാലും മരിക്കും. അതിനെ നിങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എത്രയോ വലിയ സംഭവം പോലെയാണല്ലോ അവതരിപ്പിച്ചത്. അപ്പോൾ ഹോസ്പിറ്റലിൽ മരിച്ചാൽ സ്വാഭാവികവും നിങ്ങളുടെ ശ്രമത്തിൻ്റെ ബാക്കി അത് കൈവിട്ടു പോയതൊക്കെയാണ്. വീട്ടിലെങ്ങാണോ ആരെങ്കിലും സ്വസ്ഥമായി പ്രസവത്തിനിടയിലോ പ്രസവിച്ച് കഴിഞ്ഞോ മരിച്ചാൽ അത് വലിയ അസ്വാഭാവിക സംഭവം എന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ചൂഷണ നറേറ്റീവാണ് പ്രശ്നം എന്നാണ് എനിക്ക് പറയാൻ താല്പര്യം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കുഞ്ഞ് മഷി ഇളക്കി എന്നത് സിസേറിയന്റെ ഒരു ഇൻഡിക്കേഷനേ അല്ല. പ്രസവം നടക്കാനുള്ള വികസനമുണ്ട്. കുഞ്ഞിന്റെ ഹാർട്ട് പറഞ്ഞു കൊടുക്കുമോരോന്ന്. നിങ്ങൾക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞ് മഷി ഇളക്കി എന്നുള്ളത് സിസേറിയൻ വേണമെന്നുള്ള ഇൻഡിക്കേഷൻ അല്ലാന്ന്. അതായത് വ്യാപകമായി ഇന്ന് സ്ത്രീകൾ മഷി ഇളക്കി എന്ന കാരണം പറഞ്ഞ് ചില വേസ്റ്റൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ഇതേ കണ്ടില്ലേ മഷി ഇളക്കി, പെട്ടെന്ന് പള്ള വെട്ടിക്കീറണം, കുത്തി പൊളിക്കണം എന്ന പേരിൽ സിസേറിയൻ ചെയ്തത് പലതും അനാവശ്യമായിരുന്നു എന്നല്ലേ റിൻസി ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ റിൻസി ഇങ്ങനെ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് സമൂഹം അങ്ങനെ മനസ്സിലാക്കുക. വീട്ട് ഓക്കെയാണ്, അവിടെ അത്യാവശ്യം നല്ല NICU ഫെസിലിറ്റി ഉണ്ട് എങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ കോംപ്രമൈസ് ചെയ്യുന്നിടത്താണ് സിസേറിയൻ എന്ന തീരുമാനം എടുക്കുന്നത്. വാട്ടർ ബ്രേക്ക് ചെയ്യുമ്പോൾ മെക്കോണിയം കാണുമ്പോൾ ഓരോ ഡോക്ടറും മനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രഷർ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രഷറിലാകുന്നത്? നിങ്ങൾ സ്വാഭാവിക പ്രകൃതിപരമായ പ്രസവത്തെക്കുറിച്ച് പഠിക്ക് റിൻസി. എന്നിട്ട് സ്വസ്ഥമായി സ്ത്രീകൾ പ്രസവിച്ചോട്ടെ. നിങ്ങളൊന്നും അതിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്ക്. എന്തിനാ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു മനുഷ്യനും കഴിവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സൊന്നും ജീവൻ രക്ഷിക്കുന്ന പ്രോസസ്സല്ല. സമയത്തിയാൽ ആരായാലും മരിക്കും. നിങ്ങളുടെ അവിടെ നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ എന്താ ചെയ്യുക? ഒരാളുടെ മരണസമയം എത്തിയെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റെഫർ ചെയ്യുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു, ICUവിലേക്ക് മരിക്കുന്നത് വരെ അയാളായിട്ട് തട്ടിക്കളിക്കുക. ഇനി മരിച്ചാലോ പരമാവധി ശ്രമിച്ചിട്ട് മരിച്ചു പോയി എന്ന് പറയുക. ഇനി അയാൾ മരിക്കാൻ പോയതല്ലായിരുന്നു, അങ്ങനെ തോന്നിയെങ്കിലും അയാൾക്ക് ഇനിയും ജീവിതമുള്ള ആളായിരുന്നു, അയാൾ ജീവിച്ചെന്താ പറയുക, ഞങ്ങളുടെ ഈ പ്രകടനം കാരണം രക്ഷപ്പെട്ടു എന്ന് പറയുക. ഇങ്ങനെ ഹോസ്പിറ്റലുകളെക്കുറിച്ച് അന്ധമായ ഒരു വിശ്വാസം സമൂഹത്തിൽ നിലനിർത്തിയിട്ടുള്ളത് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞു പോയ ആളുകൾ തന്നെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. പല ചൂഷണങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കണം. ഇന്നലെ OP വന്ന ഒരു സ്ത്രീയുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ എന്തേ സിസേറിയൻ ആയെന്ന് ചോദിച്ചപ്പോൾ മുഖം കനച്ചുകൊണ്ട് പറയാം, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടറെ, ലാസ്റ്റ് കുട്ടി മഷി ഇളക്കിയെന്നും പറഞ്ഞ് ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർക്ക് കുറ്റം. ഒരു കാര്യം നന്നായി നടന്നാൽ പുകഴ്ത്തൽ കിട്ടും, മോശമായാലോ അനാസ്ഥ. പ്രസവവുമായി ബന്ധപ്പെട്ട് ആരെയും ഒരു പുകഴ്ത്തലിൻ്റെ ആവശ്യമില്ല, ആരെയും മോശമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളവിടെ ലേബർ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടും പല ഡ്രഗ്സും ശരീരത്തിൽ പ്രയാസപ്പെടുത്തുന്നത് കയറ്റി അപകടപ്പെട്ടാൽ അത് ബോധ്യപ്പെട്ട ആളുകൾ അത് പറയൂലേ, നിങ്ങൾ ചെയ്ത അബദ്ധമാണെന്ന് പറയൂലേ. സ്വസ്ഥമായി നടക്കേണ്ട പ്രോസസ്സിനെ, ചികിത്സ ആവശ്യമില്ലാത്ത രോഗമല്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ ചികിത്സിക്കുന്നതാണ് റിൻസി പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കട്ടെ. നേരത്തെ ഉള്ള വീഡിയോയിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള മരണം എന്ന് പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പ് കണക്കുകളുടെ വിഷയം കഴിഞ്ഞ റീലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. റിൻസിയെ തന്നെ റിയാക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയം ഇനി ഉന്നയിക്കുന്നെങ്കിൽ താഴെ കമൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പണ്ട് ബർത്ത് മോർട്ടാലിറ്റി കൂടുതലായിരുന്നു, മട്ടേണൽ മോർട്ടാലിറ്റി കൂടുതലായിരുന്നു, അതൊക്കെ കണക്കിലെ തട്ടിപ്പാണ്, അത് ക്രൈറ്റീരിയയിലെ തട്ടിപ്പാണ്. ശരിക്കും സ്വസ്ഥമായ ജനനം, സുഖമായ ജീവിതം, ശാന്തമായ മരണമൊക്കെയാണ് മനുഷ്യന് വേണ്ടത്. അതിനെയൊക്കെ ഇങ്ങനെ ആശുപത്രി ചൂഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് എന്തിനാ? സമൂഹം അങ്ങനെ അന്ധവിശ്വാസത്തിലായതുകൊണ്ട് ചിലരെങ്കിലും ഹോസ്പിറ്റലിൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയിലായതുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതും അവിടെ മരിക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നതും. അതിൽ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് തന്നെ ഉള്ളത്. സ്വസ്ഥമായി വീട്ടിൽ ധാരാളം പ്രസവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ്, സമയം എത്തിയാലും മരിക്കും. അത് അമ്മയായാലും കുട്ടിയായാലും ഭർത്താവായാലും അമ്മായിയമ്മയായാലും ഒക്കെ അവരുടെ സമയത്ത് അവർ മരിക്കും. അതും സ്വാഭാവികമായ കാര്യം മാത്രമാണ്. പക്ഷെ നിങ്ങളെങ്ങനെ അവതരിപ്പിക്കുന്നത്? വീട്ടിലെങ്ങാണോ ആരെങ്കിലും മരിച്ചാൽ വലിയ പ്രശ്നവും. ഹോസ്പിറ്റലിൽ വ്യാപകമായ മരണം മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം എന്ന് പറയാൻ പറ്റില്ല, ആ വിഷം കയറ്റിയിട്ട് ആളുകൾ കൊല്ലപ്പെട്ടാലും നിങ്ങളെന്തോ പരമാവധി ശ്രമിച്ചിട്ടും മരിച്ചു പോയി എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതും ജനങ്ങളോട് നിങ്ങൾ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നതും. ആ ഡിസിഷൻ എത്ര ക്രൂഷ്യൽ ആണെന്നൊന്ന് ആലോചിച്ചേ. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിന്റെ ജീവൻ പോകുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന മനസ്സിലാക്കാനും കമന്റ് ഇടാനും ഒത്തിരി പേരുണ്ട്. അതെനിക്കും മനസ്സിലാവും. എന്നാ
9 മാസം ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാം ചെയ്ത് മെക്കോണിയം കണ്ടിട്ടും ആ 9 പ്രഷർ മുഴുവൻ മാസമായ തലയിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അത് ആ ശരീരത്തിൽ തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. അതിന് വെളിയിൽ നിന്നും നിങ്ങൾ ഒരു വിഷവും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു സ്ത്രീ ഗർഭം ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആഹാരം കഴിക്കാൻ എന്താ ഒരു സാധാരണ ഒരാൾക്ക് വെളിയിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? ആഹാരം കഴിക്കാൻ ആരെങ്കിലും പ്രത്യേകം പഠിപ്പിക്കണോ? അത് മനുഷ്യൻ്റെ ജീവൽ പ്രക്രിയയാണ്. ഇതുപോലെ ഗർഭധാരണവും ജീവൽ പ്രക്രിയയാണ്. ആ സ്ത്രീയുടെ ശരീരം അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തോളും. നിങ്ങളെന്തോ പഠിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന ആളുകളെ രോഗിയെപ്പോലെ കണ്ട് അവർക്ക് അവരുടെ ശരീരത്തിന് പലപ്പോഴും താങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ പ്രയാസപ്പെടുത്തിയിട്ട് പലപ്പോഴും അല്ലേ, സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുകയാണ് 9 മാസം വരെ നിങ്ങൾ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തോ ചെയ്തു. നിങ്ങൾക്ക് കുട്ടിയെ വളർത്താൻ പറ്റുമോ? 9 മാസം വരെ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുക? അങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു. അത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ടെൻഷൻ അടിച്ച് അവസാനം ആ കുഞ്ഞ് ഇല്ലാണ്ടായി എന്ന് അറിയുമ്പോൾ ആ ഡോക്ടർ അനുഭവിക്കുന്ന വേദന എത്രയെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? ആ അമ്മ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് അവർ കരഞ്ഞു. എന്താണ് ആ വേദന? എന്തുകൊണ്ടാ വേദന? നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണയാണ് ആ വേദനയ്ക്ക് കാരണം. ഇനി നിങ്ങൾ കൊടുത്ത മരുന്നുകൾ കാരണമായിട്ടാണ് അവർ കൊല്ലപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായും കൊല ചെയ്യുന്ന ആൾക്ക് ഒരു വേദന ഉണ്ടാകണം. അതുണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. സ്വസ്ഥമായി അവരെ അങ്ങ് വിട്. അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ, സ്വസ്ഥമായി പ്രസവിച്ചോട്ടെ. അവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വളർത്താൻ കഴിവില്ല എന്നും ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ വളർച്ച നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നും. ഓരോ മനുഷ്യനും അവൻ്റെ സൃഷ്ടാവാണ് ആ ഉള്ളിലുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക. നിങ്ങളാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അവരെ ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ അവരെ ഒന്ന് വെറുതെ വിട്. ലേബർ ഇൻഡക്ഷൻ പോലെ മാരകമായ പ്രശ്നങ്ങൾ, മാരകമായ ഡ്രഗ്സ് ആ ശരീരത്തിൽ കയറ്റുന്നതിന് മുമ്പൊന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ സ്വസ്ഥമായി പ്രസവിക്കൂലേ? അവരല്ല പ്രസവിക്കുന്നത്, അതും അവരുടെ അനുമതി ഇല്ലാതെ തന്നെ ശരീരത്തിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് പ്രസവവും. ഒരു സ്ത്രീ പ്രസവവേദന വന്ന സമയത്ത് 2 കാലും അടുപ്പിച്ച് നിന്നു എന്ന് പറഞ്ഞ് പ്രസവിക്കാതിരിക്കുകയൊന്നുമില്ല. അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതാണെങ്കിൽ പുറന്തള്ളി തന്നെ പോകും. അതല്ലേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഭോപ്പാലിലെന്തോ ഒരു കുട്ടി ടോയ്ലറ്റിൽ പോയിട്ട് പ്രസവിച്ചു പോയി. അപ്പോൾ അവിഹിത ഗർഭം ധരിക്കുന്ന ആരെങ്കിലും പ്രസവിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പ്രോസസ്സ് ശരീരത്തിൽ സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞിട്ടും സിസേറിയൻ ചെയ്തില്ല എന്ന്. എന്റെയൊക്കെ അനുഭവത്തിൽ നോർമൽ ഡെലിവറി പെയിൻ വരുമ്പോൾ 80% സ്ത്രീകളും കൈ പിടിച്ച് അലറിക്കരയും, ഡോക്ടറെ സിസേറിയൻ ചെയ്തോളൂ, എവിടെയാണെങ്കിലും ഒപ്പിട്ട് തരാം, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അത് സിസേറിയൻ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? നോർമൽ ഡെലിവറി ടൈമിൽ നിങ്ങളുടെ കൈ പിടിക്കുന്ന സ്ത്രീകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവരെത്രയോ ഭയപ്പെടുത്തിയിട്ടാണ്. അവിടെയുള്ള അന്തരീക്ഷം എത്രയോ മോശമായിട്ടാണ്. അവർക്ക് താല്പര്യമുള്ള ഭർത്താവ് പലപ്പോഴും കൂടെ ഇല്ലാതിരുന്നിട്ടല്ലേ. എന്ന് മാത്രമല്ല, പ്രസവ വേദനയേക്കാൾ അപ്പുറം ശരീരത്തെ ദ്രോഹിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സാധനമല്ലേ ഈ നിങ്ങൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് പലതും. അപ്പോൾ അതെല്ലാം കയറിയിട്ട് ഒരു സ്ത്രീ വേദനിക്കുമ്പോൾ അതിന് പ്രസവ വേദന അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. നമ്മൾ കയറ്റിയ മരുന്നുകളുടെ പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. അവിടെ ആ അമ്മ കരഞ്ഞ് സിസേറിയൻ ചെയ്യാൻ പറഞ്ഞത് കുഞ്ഞ് മരണപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല എന്ന് ആർക്കും ഊഹിക്കാം. ഡോക്ടർ സിസേറിയൻ ചെയ്യാത്തതാ കുറ്റം. അതെ, സിസേറിയന് നോർമൽ ഡെലിവറിയുടെ ഇരട്ടി കാശ്. മനസ്സിലാക്കേണ്ട കാര്യം, വീടുകളിൽ സ്വസ്ഥമായി ശാന്തമായി പ്രസവിക്കുന്ന സ്ത്രീകളും അവരുടെ ജീവൻ്റെ കാര്യം പടച്ചവൻ്റെ കയ്യിലാണെന്ന് അവർ ഉത്തമ ബോധ്യത്തിൽ തന്നെ അവരുള്ളത്. സ്വസ്ഥമായി പ്രസവിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അതും ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടോ മനഃപൂർവ്വമല്ല, അലോപ്പതിയിലെ പോലെ ഡ്രഗ് കൊടുത്ത് കൊല്ലപ്പെടാനുള്ള സാധ്യത വീട്ടിലില്ല എന്ന് മനസ്സിലാക്ക്. നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് കേട്ടു, പ്രസവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ത്രീ മരിച്ചാൽ ഷഹീദാണെന്ന് ആരാ പറഞ്ഞത്? ഷഹാദത്തിൻ്റെ കൂട്ടത്തിലാണെന്ന് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നു. ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ, ഞാൻ ഉൾപ്പെടെ. അത് ഇസ്ലാം മതക്കാർ വിശ്വസിച്ചോട്ടെ, അതിൽ റിൻസിക്ക് എന്താണ്? അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ അവർ പോകുമെന്ന് പറയുന്നതിൽ റിൻസിക്ക് എന്താണ് അലർജി? അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടരുത്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത്രയും ഒരു ക്രൂഷ്യലായ ഒരു വിഷയമായതുകൊണ്ടാണ് ഭാഷ എന്തെങ്കിലും കടുത്തു പോയെങ്കിൽ റിൻസി ക്ഷമിക്കുക. വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി റിൻസിയുടെ കമൻറ്റ് സെഷനാണ് ഞാൻ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മിക്കവാറും ആ കമൻറ്റ് സെഷനിലുള്ളവർ കല്യാണം പോലും കഴിയാത്ത ആൾക്കാരായിരിക്കും. പ്രസവവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസം ഞാൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ
റിൻസിയുടെ കമൻറ്റ് സെഷനിൽ വരുന്ന ആളുകളാരാണ്? അധികവും പുരുഷന്മാരാണ്, സ്ത്രീകൾ വളരെ കുറവാണ്. കല്യാണം പോലും കഴിയാത്ത ആളുകൾ അന്ധമായി അലോപ്പതി പറയുന്ന എന്തോ അന്ധമായി വിശ്വസിച്ചിട്ട് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ശാസ്ത്രീയം, സയൻറ്റിഫിക് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വിഷയത്തിലെ ശാസ്ത്രീയത. സ്വസ്ഥമായ പ്രകൃതിപരമായ ജീവിതം, ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയകളെ സയൻറ്റിഫിക് എന്നൊരു വാക്ക് കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൽ പലപ്പോഴും ഉള്ളതെന്നേ. അപ്പോൾ അതുകൊണ്ട് ഈ ആണുങ്ങൾക്ക് പറഞ്ഞ അത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല, പ്രത്യേകിച്ച് കല്യാണം കഴിയാത്ത ആളുകൾക്കും അലോപ്പതി അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നവർക്കും. എന്തായാലും എല്ലാം നന്നായി വരട്ടെ. എല്ലാവരും സ്വസ്ഥമായി അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ശാന്തമായി പ്രസവിക്കട്ടെ. അലോപ്പതിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും, മാരകമായ ലേബർ ഇൻഡക്ഷൻ പോലെ, അതുപോലെ നോർമൽ ഡെലിവറി ആകുന്ന ടൈമിൽ വെള്ളം മനഃപൂർവ്വം പൊട്ടിച്ച് വിട്ട് ഒരുപാട് കേസുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ നിങ്ങളൊന്നും കൂടി ആവശ്യപ്പെട്ടാൽ ഞാൻ അത്തരം ഓരോ ആളുകളുടെ അനുഭവം ഇനി വീഡിയോയിൽ കൊണ്ട് പറയിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു റിൻസി. നമുക്ക് നല്ല ആരോഗ്യപരമായ സാമൂഹിക ചർച്ചയായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.